വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗെയിംസ്. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങളെ കൊച്ചിലെ തൊട്ട് എല്ലാവരും ചേർന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് പറ്റിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടതെന്നാണ് ഞാൻ പറയാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ സൗകര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി എല്ലാവർക്കും ബാധിച്ചു കാണും. ഇപ്പൊ ഇനിയും ബാധിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ താഴോട്ടുള്ള പിള്ളേരെയാണ്. അതായത് നിങ്ങൾ 10ലോട്ട് കയറാൻ പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും, നീ 10 നന്നായിട്ട് പഠിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സുഖമാ, വീട്ടിൽ ഇരിക്കുക, അല്ലെങ്കിൽ വലുതായിട്ടൊന്നും പഠിക്കണ്ട, അങ്ങനെയൊക്കെ പറയും. പക്ഷെ 10 ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്ലസ് വൺ പ്ലസ് ടുയിലോട്ടാണ് പോകുന്നത്. ഈ 10നേക്കാൾ നല്ല പാടാണ്. ഇതിനേക്കാൾ ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒന്നുകൂടെ നമ്മളെ ഒന്ന് ഇതാക്കും. ഇതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ സേഫാ, പിന്നെ കോളേജ് അടിച്ചു പൊളിച്ച് നടക്കുക, എന്ന് ക്ലാസ്സിലൊന്നും കയറണ്ട, വൈബടിച്ച് നടക്കാന്നൊക്കെ പറയും. പക്ഷേ ഈ കോളേജിൽ കയറി കഴിഞ്ഞാൽ അസൈൻമെന്റ്, സെമിനാർ, പ്രൊജക്ട്, എക്സാം, അങ്ങനെ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനങ്ങാൻ സമയം കിട്ടത്തില്ല. പിന്നെ ഈ കോളേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും പട്ടിക്കാട്ടിലായിരിക്കും, കറങ്ങാൻ പോകാനൊന്നും പറ്റത്തില്ല. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് പറയും, നീ ഡിഗ്രി എങ്ങനെയും കംപ്ലീറ്റ് ചെയ്തെടുക്ക്, ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടും, അങ്ങനെ ഇങ്ങനെ ചേനയാന്നൊക്കെ കോളേജുകാരും പറയും, വീട്ടുകാരും പറയും, നാട്ടുകാരും പറയും. പക്ഷേ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ക്യാമ്പസ് പ്ലേസ്മെന്റ് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം കാര്യങ്ങളൊന്നുമില്ല. ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ